ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ലൊരു മഷ്റൂം മസാല കണ്ടാലോ, റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 250 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മഷ്റൂം എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ബട്ടൺ മഷ്റൂമാണ്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞാലും മതി. ഞാൻ കുറച്ച് ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് വയ്ക്കാവേ. അപ്പോഴത്തേക്കും ഉപ്പും മഞ്ഞളൊക്കെ നല്ലതുപോലെ പിടിച്ചതിനകത്ത് കിട്ടും. ഇതങ്ങോട്ട് നമുക്ക് നല്ലപോലെ പുരട്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ഒരു 10 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളിയും കൂടിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കാശുവണ്ടി പരിപ്പും തക്കാളിയും, ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം, വലിയ തക്കാളിയാണെങ്കിൽ 1 എണ്ണം ചേർത്ത് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അതിനുശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് മഷ്റൂമിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരുവേ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് എടുക്കാവേ. ഈ ബട്ടറിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഓരോന്ന് വീതം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബേ ലീഫും കൂടി ഇട്ടതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണേ. പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ല പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ. ഇപ്പോൾ ഇവിടെ നല്ലപോലെ കളറൊക്കെ ചേഞ്ചായി, ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ എണ്ണയിൽ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കശുവണ്ടിപ്പരിപ്പും തക്കാളിയും കൂടിയുള്ള കൂട്ടും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അതേ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ചാറോട് കൂടി വേണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇപ്പം ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം തിളപ്പിക്കാൻ വേണ്ടി അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത്, ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ എനിക്കിച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നേ. ഞാൻ മഷ്റൂം പുരട്ടി വെച്ചപ്പോൾ മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മഷ്റൂമിനകത്ത് കുറച്ചാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂമും കൂടി ആ അരപ്പിനകത്തോട്ട് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നില്ലേ. ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. എനിക്ക് വലിയ ഇഷ്ടമാണ്, എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ മഷ്റൂം മസാല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.